ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഓഫ് ഫാദർ ഇൻ USA. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. അപ്പോൾ ചാനുകുട്ടി പറഞ്ഞു നമുക്കൊന്ന് പാർക്കിൽ പോയാലോ, കുറേ ദിവസമായി പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈവനിങ് എന്നാൽ അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നാളെ തൊട്ട് സ്കൂൾ തുടങ്ങുകയാണ്. അപ്പോൾ പിന്നെ ഇനി പഴയ റുട്ടീൻ ആവുമല്ലോ. അപ്പോൾ ശരി, എന്നാൽ ലാസ്റ്റ് വീക്കെൻഡ് അല്ലേ, അപ്പോൾ ഒന്ന് പാർക്കിലൊക്കെ പോയി അതുപോലെ തന്നെ ഒരു ഡ്രൈവും ആവാലോ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മോനെയൊക്കെ കൂട്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ടാമ്പ ഡൗൺ ടൗണിൻ്റെ അടുത്തുള്ള ഒരു പാർക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഏട്ടൻ ഫ്രണ്ട്സ് ആരോ പറഞ്ഞു നല്ല പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, പിന്നെ അതുപോലെ തന്നെ നല്ല വ്യൂ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശരി എന്നാൽ അവിടെ പോവാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഡ്രൈവൊക്കെ കഴിഞ്ഞ് നമ്മളത് ആ പാർക്കിലെത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ ആള് ഹാപ്പിയാണ്. ജാനു ഫുൾ റൈഡ്സിൽ കയറലും ഒക്കെ ആയിട്ട് ഫുൾ ബിസിയായി. അപ്പം ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം അവിടെ മോനെ നോക്കിയിരുന്നു. മോനും പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവിടെ വാട്ടർ പാർക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അത് കാരണം അധികം ഫുള്ളായിട്ട് അങ്ങനെ നനയാനൊന്നും പറ്റിയില്ല. കുറച്ച് നേരം ഒക്കെ ഒന്ന് കളിച്ചിട്ട് പിന്നെയും നോർമൽ പാർക്ക് ഏരിയയിലേക്ക് തന്നെ വന്നിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ കളിച്ചിട്ട്. അങ്ങനെ കുറേ നേരം കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ജാനുക്കുട്ടിക്ക് വിശക്കണു എന്ന് പറഞ്ഞിട്ട് വന്നു കേട്ടോ. അപ്പോൾ തൊട്ട് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ നല്ല കോക്കനട്ട് പ്രോൺസും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ചിക്കനും ആണ് കേട്ടോ മേടിച്ചത്. ജസ്റ്റ് ഈവനിങ് സ്നാക്സ് പോലെ കഴിക്കാം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പ്രോൺസ് ആയിരുന്നു, വെറൈറ്റി, നല്ലൊരു ടേസ്റ്റ്. നമ്മൾ പുറത്തൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല ആ ഒരു ടേസ്റ്റ്. പിന്നെ അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അവിടുത്തെ ബേർഡ്സിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി ജാനുക്കുട്ടിക്ക് അതൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ നിന്നു. അപ്പോൾ ഈ ബാലസ് പോയിന്റ് പാർക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടർ ഫ്രണ്ട് പാർക്കാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർ ഫ്രണ്ട് ഏരിയ ഉണ്ട്. പിന്നെ അതുപോലെ ഒരു നല്ല പിയറും ഉണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ നേരെ കാണുന്നത് നമ്മുടെ ഡൗൺ ടൗൺ വ്യൂ ആണ് കേട്ടോ. കുറച്ചുകൂടി അങ്ങോട്ട് പിയറിലേക്ക് കയറുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള വ്യൂ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ഫ്ലോറിഡയിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ. അതുപോലെ വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ള കുറേ ഏരിയാസും അതുപോലെ കുറേ ഐലൻഡ്സും അങ്ങനെ കുറേ ഉണ്ട് കാണാനായിട്ട്. കുറേ ഹിഡൻ പ്ലേസസ് ആണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പ്ലേസസ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അച്ഛനും മക്കളും കൂടിയിട്ട് അങ്ങനെ നടക്കുകയാണ്. പിന്നെ ഈവനിങ് ആയതുകൊണ്ട് കുറേ പേര് ഫിഷിങ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒരു ഹോബിയാണ് ചിലർക്ക്, ഫിഷിങ് ചെയ്യൽ. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഒരാൾ നമ്മുടെ നാട്ടിലെ പോലെ വലയെല്ലാം വീശി പിടിച്ചിട്ട് ആ ഫിഷിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജാനുട്ടിക്ക് അത് ആദ്യമായിട്ട് കാണുന്ന കാരണം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ. പിന്നെ എയർപോർട്ട് അടുത്തായ കാരണം ഫ്ലൈറ്റ്സ് ഒക്കെ ഭയങ്കര അടുത്തുകൂടെ പോണ പോലെ നമുക്ക് തോന്നിയിട്ടോ. വളരെയധികം താന്നിട്ടാ പോണേ. അപ്പോൾ അത് ജാനു കണ്ടപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ പിയർന്ന് നമ്മൾ പതുക്കെ ഇറങ്ങി. പിന്നെ സമയം 8:30 പക്ഷേ ഇപ്പോഴും നല്ല വെളിച്ചമാണ് കേട്ടോ. അവിടെ വാട്ടർ ഫ്രണ്ട് ആയിട്ട് ഒരു ഊഞ്ഞാലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. പക്ഷേ അവർ ഫുൾ ബിസി ആയിരുന്നു. നിറയെ ഒരു 3-4 ഊഞ്ഞാലുണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിലും ഫുള്ളായിരുന്നു ആൾക്കാർ. അപ്പോൾ പിന്നെ അധികം ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. നാളെ എന്തായാലും സ്കൂളും സ്റ്റാർട്ട് ആവുമല്ലോ. അപ്പോൾ നാളെ നേരത്തെ എണീക്കണം. പിന്നെ അവിടെ വേറൊരു ബോർഡും കണ്ടു. അപ്പോൾ അതൊക്കെ വായിച്ച് ജാനുവിന് അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ പതുക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ പാർക്കിൽ നിന്ന്. ഈവനിങ് 8 മണി കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും കുറച്ച് തിരക്കൊക്കെ ആയി. ഞങ്ങൾ വന്ന സമയത്ത് അധികം തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി കാറിലേക്ക് പോവാണ് കേട്ടോ. മോനെ സ്ട്രോളറിൽ ഇരിക്കണ കാരണം നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. പിന്നെ അവൻ കാഴ്ചയൊക്കെ കണ്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കാറിൽ കയറി പോണ വഴിക്ക് ഇതുപോലെ തന്നെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് വന്നത്. അപ്പോൾ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു നല്ലൊരു വ്യൂ കിട്ടിയത്.
അപ്പോൾ അത് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഡൗൺ ടൗൺ വഴിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അവിടെയാണെങ്കിൽ നിറയെ ബിൽഡിങ്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്, നല്ല സ്ട്രീറ്റ്സ് ഒക്കെ കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ അതുപോലെ കുറേ റെസ്റ്റോറൻറ്റ്സും ഉണ്ട് കേട്ടോ, നല്ല റെസ്റ്റോറൻറ്റ്സ്. ഇപ്പം നമ്മളെന്തായാലും ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു, നാളെ സ്കൂളുള്ള കാരണം. അതുകൊണ്ട് റെസ്റ്റോറൻ്റ് ഒന്നും കയറിയില്ല, നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അത് തിരിച്ചു പോരുമ്പോൾ നമുക്കൊരു നല്ല ബ്യൂട്ടിഫുൾ റെയിൻബോയും കണ്ടു കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.